ഹായ് ഫ്രണ്ട്സ്, നമ്മൾക്ക് കോവയ്ക്ക ചിക്കൻ വറുക്കും പോലെ വറുത്തെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഒരു കോവയ്ക്കയെ, ഇങ്ങനെയുള്ള ഒരു കോവയ്ക്കയെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു കോവയ്ക്ക, അതിനെ രണ്ടായിട്ട് മുറിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുകയാണ്. ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ: കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഉപ്പ് ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനമാണ് ഇതിൽ ചേർക്കുന്നത്. ഇത് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വറുത്ത് വച്ചേക്കുന്ന അരിപ്പൊടി. ഇത് കഴിഞ്ഞ് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. പൊടിച്ചെന്ന് പറഞ്ഞാൽ അരച്ചെടുത്തതാണ്. പിന്നെ നാരങ്ങാനീര് ഒഴിക്കുകയാണ്. അപ്പം സാൾട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നല്ലവണ്ണം പുരട്ടി ഇങ്ങനെ നന്നായിട്ടൊന്ന് പുരട്ടണം. നന്നായിട്ട് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ കുറച്ച് നേരം പുരട്ടിയിട്ട് ഈ ഉപ്പും മുളക് പൊടിയും മുളകിൻ്റെ എരിവും എല്ലാം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ അടച്ചങ്ങ് വച്ചേക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതിനെ എണ്ണയിൽ വറുത്ത് പോരാം. അരമണിക്കൂർ പുരട്ടി വെച്ച കോവയ്ക്കയെ നമുക്കൊന്ന് നോക്കാം. അപ്പം കറക്റ്റായിട്ട് എല്ലാം പിടിച്ചിട്ടുണ്ട്. നമുക്കിതിന് ഞാൻ കടായി വെച്ചു, അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലോട്ട് ഇട്ട് വറുത്ത് പോരാം. അതിന് മുമ്പ് കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇടാം. കറിവേപ്പില ഇട്ടിട്ട് ഇത് വറുത്ത് പോരാം. ഇതെല്ലാം കൂടി ഇടാൻ പറ്റില്ല. മിഴുക്ക് വരട്ടിയാണെങ്കിലല്ലേ നമുക്കെല്ലാം ഇടാൻ പറ്റും. ഇത് വറുത്ത് പോരുന്നത് കൊണ്ട് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് വറുത്ത് പോരാം. ഇത്ര മതിയെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ പുരട്ടി വെച്ചപ്പോൾ എനിക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും വേണ്ടി വന്നു. പിന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കുഴച്ചിട്ടാണ് ഞാൻ അടച്ചു വെച്ചത്. ഞാൻ അപ്പോൾ അത് പറയാൻ മറന്നുപോയി. 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് കുഴച്ച് വെച്ചത്. പിന്നെ ഇനി നമുക്ക് വറുത്ത് പോരാം. അങ്ങനെ 3 ട്രിപ്പായിട്ടാണ് ഞാനിതിട്ട് എണ്ണ മൂപ്പിച്ചെടുത്തത്. ഇതാ ലാസ്റ്റ് ഇതോടെ കഴിയുകയാണ്. ഇത് നമുക്കിങ്ങനെ കോരി മാറ്റിയിട്ട് എണ്ണ വാർന്നു പോട്ടെ. കോരി മാറ്റിയിട്ട് ഓഫ് ചെയ്യാം. ഹീറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ചിക്കൻ വറുത്തതുപോലെ തന്നെ ഇരിക്കണം. നമ്മുടെ ക്യാമറാമാൻ 2 കഴിച്ചു, എന്നിട്ട് പറഞ്ഞു ചിക്കൻ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു ടേസ്റ്റ്. അപ്പോൾ വറുത്ത് കഴിഞ്ഞു. നമ്മുടെ കോവയ്ക്ക ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ബൈ.